കടുത്ത വേനൽ ചൂട് കാരണം വീടിന് വെളിയിലിറങ്ങാതെ നമ്മളെല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടിയാണ് കഴിയുന്നത് അല്ലേ? അപ്പോൾ എന്നാൽ വീടിന് അകത്തിരിക്കാമെന്ന് വിചാരിച്ചാലോ, അപ്പോഴാണ് ഈ പാമ്പുകളൊക്കെ കൂടെ ഈ പെട്ടിയും കിടക്കൊക്കെ ആയിട്ട് നമ്മളെ വീട്ടിലേക്ക് വരുന്നത്. വാർത്തകളൊക്കെയാണ് സ്ഥിരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വീടിനകത്തും പരിസര പ്രദേശങ്ങളുമായിട്ട് പാമ്പിനെ കാണുന്നു, പാമ്പ് കടിയേറ്റ് മരണസംഖ്യ കൂടുകയാണ് അല്ലേ? അപ്പോൾ ആകെ എല്ലാവരും ഒരു പേടിച്ചൊരവസ്ഥയിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ പാമ്പ് വരുമ്പോൾ കുറേ കാരണങ്ങളുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ പാമ്പുകൾ പൊതുവേ കോൾഡ് ബ്ലഡഡ് ആയിട്ടുള്ള ഓർഗാനിസമാണ്, ജീവികളാണ്. എന്ന് വെച്ചാൽ നമ്മൾ ശീതരക്തമുള്ള ജീവികൾ അല്ലെങ്കിൽ എക്ടോതെർമിക് ആയിട്ടുള്ള ഓർഗാനിസം ഇങ്ങനെയൊക്കെയാണ് പറയാം. എന്ന് വെച്ചാൽ പുറമേയുള്ള ഈ കാലാവസ്ഥ അല്ലെങ്കിൽ ചൂട് തണുപ്പ് മാറുന്നതിനനുസരിച്ച് സ്വന്തം ശരീരത്തിൻ്റെ ചൂട് ക്രമീകരിക്കാൻ പറ്റാത്ത ജീവികളാണ് പാമ്പുകളൊക്കെ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മനുഷ്യനുൾപ്പെടെയുള്ള സസ്തനികളാണെങ്കിലും പക്ഷികളാണെങ്കിലൊക്കെ പുറമേയുള്ള ചൂടിനനുസരിച്ച് നമ്മളെ ശരീരത്തിൻ്റെ ഊഷ്മാവ് ക്രമീകരിക്കാൻ പറ്റുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ വാം ബ്ലഡഡ് ആയിട്ടുള്ള ഓർഗാനിസം അല്ലെങ്കിൽ എൻഡോതേംസ്, ഉഷ്ണജീവികൾ ഇങ്ങനെയാണ് പറയാം. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമുക്ക് കുറച്ചുകൂടെ പാമ്പിനെ കുറിച്ച് അറിയേണ്ട 1-2 ഫാക്റ്റും കൂടെ നോക്കിയാലോ. പാമ്പിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചല്ലേ. അപ്പോൾ പാമ്പിനെ കുറിച്ചുള്ള ഈ പഠനത്തിന് നമ്മൾ പറയുന്നത് ഒഫിയോളജി എന്നാണ്. പിന്നെ പാമ്പ് എപ്പോഴും ഇങ്ങനെ നാക്ക് പുറത്തേക്ക് ഇടുന്നത് കണ്ടിട്ടില്ലേ? അതെന്തിനാണെന്നറിയോ? ശരിക്കും അതിനെ ഗന്ധം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നാക്ക് പുറത്തേക്ക് ഇടുന്ന സമയത്ത് വായുവിലൂടെ വരുന്ന ഗന്ധകണികകൾ നാക്കിൽ പറ്റിപ്പിടിക്കാൻ, എന്നിട്ട് അത് വായൻ്റെ മുകൾ ഭാഗത്ത് കാണപ്പെടുന്ന ജാക്കബ്സൺ ഓർഗൻ എന്ന് പറയുന്ന ഓർഗൻ്റെ സഹായത്തോടു കൂടി ഗന്ധം തിരിച്ചറിയാൻ. പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാകും പാമ്പിന് ചെവിയില്ല എന്ന് പറയല്ലേ. എന്ന് പറഞ്ഞാൽ ശരിക്കും ബാഹ്യകർണം എന്നറിയപ്പെടുന്ന പുറമേയുള്ള ഭാഗങ്ങളില്ല. അതുകൊണ്ട് വായുവിലൂടെ വരുന്ന ശബ്ദങ്ങൾ തിരിച്ചറിയാൻ പാമ്പിന് കഴിയുന്നില്ല. പക്ഷെ പാമ്പിന് ആന്തരകർണമുണ്ട്. അതുപയോഗിച്ച് തറയിലെഴഞ്ഞ് നീങ്ങുന്ന സമയത്ത് ആ പ്രതലത്തിൽ വരുന്ന ചലനങ്ങൾ തിരിച്ചറിയാൻ അവർക്ക് പറ്റും. ഇതോടൊപ്പം തന്നെ അഥവാ പാമ്പ് കടി ഏറ്റാൽ ശ്രദ്ധിക്കേണ്ട 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കാം. ആ പാമ്പ് കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കുക, വിഷം ഊറ്റിക്കളയാൻ വേണ്ടി ശ്രമിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. അതേപോലെ ഈ പാമ്പ് കടിയേറ്റ ആളെ പരിഭ്രമിപ്പിക്കാതിരിക്കുക, അദ്ദേഹത്തെ ശാന്തമായിട്ട് നിർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. പിന്നെ എത്രയും പെട്ടെന്ന് നമ്മൾ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പാമ്പുകൾ പൊതുവെ ഉരഗങ്ങൾ, റെപ്റ്റൈൽസ് എന്ന് അറിയപ്പെടുന്ന വിഭാഗത്തിലാണ് പെടുന്നത് അല്ലെ? ഈ ഒരു ഫാക്റ്റും കൂടെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഫാക്റ്റിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇന്ന് ഇത്രയൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നും കൂടെ ഒന്ന് നോക്കാം. ഈ പാമ്പുകൾ വരാനുള്ള സാഹചര്യം എന്ന് വെച്ചാൽ നമ്മുടെ വീടും പരിസരമൊക്കെ എപ്പോഴും വൃത്തിയായിട്ടിരിക്കുക. ഇങ്ങനെ ഇലയാണെങ്കിൽ എന്തെങ്കിലും വസ്തുക്കളൊക്കെ കൂടിക്കിടക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി വൃത്തിയാക്കി വെക്കുക. പിന്നെ നമ്മളെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ മുൻപേ, നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന നമ്മളെ ഷൂ അല്ലെ, അതൊക്കെ ഇടുന്നതിൻ്റെ മുൻപേ ഒക്കെ അതിലൊന്നും ഇതിനുള്ള സാഹചര്യം ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. വീണ്ടും കാണാം. താങ്ക് യു.